വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് അനുസരിച്ച് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. പിന്നെ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് അനുസരിച്ച് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അടുത്തൊരു മെത്തേഡും കൂടി നമുക്കുണ്ട്. ആ മെത്തേഡ് അനുസരിച്ചുള്ള പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. 2014 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ്: ദി ഫോളോയിങ് വെർ ദി പ്രോഫിറ്റ്സ് ഓഫ് എ ഫേം ഫോർ ദി ലാസ്റ്റ് 3 years. ഇയർ എൻഡിങ് 31st March പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ 2010 പ്രോഫിറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 4,50,000 ആണ്. ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നോക്കാം. ഇൻക്ലൂഡിംഗ് ആൻ അബ്നോർമൽ ഗെയിൻ ഓഫ് ₹50,000. നമ്മളിവിടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോർമൽ പ്രോഫിറ്റ് ആണ്, അതായത് ബിസിനസ് നടത്തി കിട്ടിയ പ്രോഫിറ്റ് ആണ് നമുക്ക് എടുക്കേണ്ടത്. അതല്ലാതെ അബ്നോർമൽ ആയിട്ട് ബിസിനസ് നടത്താതെ ഇപ്പോൾ ഒരു അസറ്റ് വിറ്റപ്പ് കിട്ടിയതോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കിട്ടിയിരിക്കുന്ന എമൗണ്ട് അതൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രോഫിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട. അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 4,50,000 50,000 അബ്നോർമൽ ഗെയിൻ ആണ്. അപ്പൊ നമുക്ക് നോർമൽ പ്രോഫിറ്റ് അറിയാൻ എന്ത് ചെയ്യണം? ഈ 4,50,000 നിന്ന് 50,000 ഡിഡക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് 4 lakh എന്ന് കിട്ടും. നെക്സ്റ്റ് ഇയർ 2011 തന്നിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാണ്? 4 lakh ആണ്. ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നു നോക്കുക. ആഫ്റ്റർ ഡിഡക്റ്റിംഗ് അബ്നോർമൽ ലോസ് ₹1 lakh. ഈ 4 lakh പ്രോഫിറ്റ് കിട്ടിയത് എപ്പോഴാണ്? അബ്നോർമൽ ലോസ് 1 lakh ഡിഡക്ട് ചെയ്തതിന് ശേഷമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു അബ്നോർമൽ ഗെയിൻ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രോഫിറ്റിൽ ഉൾപ്പെടുത്തണ്ട. അതുപോലെ തന്നെ അബ്നോർമൽ ലോസ് എന്ത് ചെയ്യണ്ട, ബിസിനസിന്റെ എക്സ്പെൻസ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ അബ്നോർമൽ ലോസ് ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്. അതായത് 4 lakh പ്ലസ് 1 lakh 5 lakh ആണ്. ദെൻ നെക്സ്റ്റ് ഇയർ തേർഡ് ഇയർ നോക്കുക. 3 lakh ആണ് നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ്, എക്സ്ക്ലൂഡിംഗ് ₹50,000 പേയബിൾ ഓൺ ദി ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ്. ഇപ്പൊ പ്ലാന്റ് പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ പ്ലാന്റ് വിറ്റപ്പോ വന്ന ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ എക്സ്പെൻസ് അല്ല. അതേസമയം പ്ലാന്റിന്റെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിന്റെ എക്സ്പെൻസ് ആണ്. അപ്പൊ ആ 50,000 എന്ത് ചെയ്യേണ്ടതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട എക്സ്പെൻസ് ആണ്. എക്സ്ക്ലൂഡിംഗ് ₹50,000 പേയബിൾ ഓൺ ദി ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ 50,000 ഡിഡക്ട് ചെയ്യാതെയുള്ള പ്രോഫിറ്റ് ആണ് 3 lakh. അപ്പൊ നമുക്കിവിടെ ആക്ച്വൽ പ്രോഫിറ്റ് അറിയാൻ എന്ത് ചെയ്യണം? ഈ 3 lakhൽ നിന്ന് 50,000 ഡിഡക്ട് ചെയ്യണം. ഈ കണ്ടുപിടിച്ച പ്രോഫിറ്റ്സ് എല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്യണം. ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ആവറേജ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ഫേംസ് ഗുഡ് വിൽ ഓൺ ദി ബേസിസ് ഓഫ് 2 years purchase of the average profits for the last 3 years. ആവറേജ് പ്രോഫിറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗുഡ് വില്ല് കിട്ടും. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആ ഇൻഫർമേഷൻ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം? ആക്ച്വൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ 2010 നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 4,50,000 ആണ്. അതില് 50,000 എന്താണ്? അബ്നോർമൽ ഗെയിൻ ആണ്. 4,50,000 നമുക്ക് 50,000 മൈനസ് ചെയ്യണം. 4 lakh നമുക്ക് കിട്ടും. ദെൻ സെക്കൻഡ് ഇയറിൽ നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ് 4 lakh ആണ്. നമ്മളോട് ബ്രാക്കറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ 4 lakh കിട്ടിയത് എങ്ങനെയാണ്? ആഫ്റ്റർ ഡിഡക്റ്റിംഗ് അബ്നോർമൽ ലോസ്. അബ്നോർമൽ ലോസ് ഡിഡക്ട് ചെയ്ത ശേഷമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആക്ച്വൽ പ്രോഫിറ്റ് അറിയാൻ ആ എമൗണ്ട്, അതായത് 1 lakh ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. നമുക്കിവിടെ 5 lakh എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് ഇയർ നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ് 3 lakh ആണ്. ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്?
പ്ലാന്റിന്റെ ഇൻഷുറൻസ് ഡിഡക്റ്റ് ചെയ്യാതെയുള്ള പ്രോഫിറ്റ് ആണ് 3 lakh. അപ്പോൾ പ്ലാന്റിന്റെ ഇൻഷുറൻസ് 50,000 നമുക്ക് ഡിഡക്റ്റ് ചെയ്യണം. ഡിഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കൂടെ 2,50,000 എന്ന് കിട്ടി. നമുക്ക് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്താണ് ആവശ്യമായിട്ടുള്ളത്? ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് 3 വർഷത്തെ പ്രോഫിറ്റും കൂടി നമ്മൾ കണ്ടുപിടിച്ച ആക്ച്വൽ പ്രോഫിറ്റ് 3 വർഷത്തെയും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. അതായത് 11,50,000 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ്. ഇനി നമുക്കിവിടെ ആവറേജ് പ്രോഫിറ്റ് കാണണം. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? 11,50,000. 11,50,000 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആവറേജ് പ്രോഫിറ്റ് കിട്ടും. നമുക്കിവിടെ ആവറേജ് പ്രോഫിറ്റ് കിട്ടിയത് എത്രയാണ്? 3,83,333 എന്ന് കിട്ടി. ഇനി നമുക്ക് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാം. ഗുഡ് വില്ല് ഈക്വൽസ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എപ്പോഴും എഴുതിയിരിക്കണം. ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ആവറേജ് പ്രോഫിറ്റ് 3,83,333 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 2 ഇയേഴ്സ് പർച്ചേസ് എന്നാണ്. അപ്പോൾ ഇൻറ്റു 2 ആ കിട്ടുന്ന എമൗണ്ട് ആണ് ഇത് ഗുഡ് വിൽ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയിരുന്ന ഗുഡ് വിൽ 7,66,666. ഇതാണ് നമുക്ക് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് അനുസരിച്ച് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഈ ഡിഫറൻറ്റ് ടെക്നിക്സ് ആണ് നമ്മൾ ചെയ്തത്.